ഇന്ന് നമ്മൾ വളരെ ഹെൽത്തിയും അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഈ പലഹാരത്തിൻ്റെ പേര് വട്ടലയപ്പം എന്നാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അതുമാത്രമല്ല ഇത് ഭയങ്കര സോഫ്റ്റാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ വേണം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം നല്ലപോലെ അരിച്ചെടുത്തതാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഇതിന് വേണം. അപ്പോൾ ഒരുപാട് വെള്ളമായി പോവാതെ ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിലേക്ക് നമുക്ക് 1 കപ്പ് ശർക്കര കൂടി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയൊക്കെ ഇതിലേക്ക് നല്ലപോലെ അലിഞ്ഞ് വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കാൻ നിൽക്കരുത്. അതിൻ്റെ ടെക്സ്ചർ ആകെ മാറിപ്പോകും. ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് കട്ടകളൊന്നും ഇല്ലാണ്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഒരു 6 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 1.5 കപ്പ് തേങ്ങാപ്പാലിന് 6 മുട്ട തന്നെ വേണം. മുട്ട ഒഴിച്ച് കൊടുത്ത ശേഷം വീണ്ടും നല്ലപോലെ ഇളക്കി ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ അരിച്ചെടുക്കണം. ഞാൻ ഈ പാത്രത്തിൽ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് നേരിട്ട് അരിച്ചെടുക്കാം. പക്ഷെ അതിന് മുന്നായിട്ട് ഈ പാത്രത്തിൽ അല്പം നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാനും ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലപോലെ അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ ചെറിയ ഹോളുള്ള അരിപ്പ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഇതുപോലൊരു റിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മാവ് ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ വെച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ സ്റ്റീലിൻ്റെ ഇഡ്ഡലി ചെമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മറ്റേ പാത്രത്തിൻ്റെ മൂടിയും കൂടി അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇതൊരു 1/2 മണിക്കൂർ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അതേപോലെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വെള്ളം കുറവുണ്ടോ എന്ന് നോക്കാം. നമ്മൾ മേലത്തെ മൂടി മാത്രം എടുത്ത് നോക്കിയാൽ മതി. താഴത്തെ മൂടി തുറന്ന് നോക്കണ്ട. ഇപ്പോൾ ഇതൊരു 1/2 മണിക്കൂറിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതെന്തായിട്ടുണ്ടെന്ന്. നല്ല വലിയ പാത്രം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. കാരണം ചെറിയ പാത്രത്തിൽ വെക്കുമ്പോൾ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വേവാനുള്ള സമയത്തിൽ മാറ്റം വരും. കുറച്ചുകൂടി പരന്ന് കിടക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് നല്ലപോലെ വെന്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ തനിയെ ചൂട് പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഭയങ്കര സോഫ്റ്റാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.